ജപ്പാനിയൻ ഷോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാർബക്സിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയാലോ, ഇവിടെയുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ പോയതാണ് കേട്ടോ ഈ കാണുന്നത്. കയറി വരുമ്പോൾ കണ്ട ഇച്ചിഗോൻ്റെ ഈ ഡ്രിങ്ക് സെബിൻ ഓർഡർ ചെയ്തു. ഞാനാണെങ്കിൽ ഒരു പേസ്ട്രി ലവർ ആയതുകൊണ്ട് ഒരു ബ്ലൂബെറി ചീസ് കേക്ക് ഓർഡർ ചെയ്തു കേട്ടോ. എൻ്റെ ചീസ് കേക്കിന് ഞാൻ എച്ചുമയും കൂടെ അടിയായതുകൊണ്ട് പപ്പേനെയും അവളെയും കൂടെ ഞാൻ തൊട്ടടുത്തുള്ള സീറ്റിലോട്ട് പറഞ്ഞു വിട്ടു. എന്നാലല്ലേ എനിക്ക് സമാധാനമായിട്ട് തിന്നാൻ പറ്റൂ. അവളാണെങ്കിൽ അത് പിടിച്ചെടുക്കാണ്ട് അടങ്ങത്തില്ല എന്നുള്ള മട്ടിലും. നമ്മുടെ നാട്ടിലെയും ഇവിടുത്തെയും സ്റ്റാർബക്സിലെ മെനു ഒക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. രണ്ട് രാജ്യത്തിൻ്റെയും ടേസ്റ്റുകൾക്കനുസരിച്ചാണ് അവർ മെനു ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നു. ഇവിടുത്തെ കോഫി ഡ്രിങ്ക്സിനൊക്കെ പൊതുവെ മധുരം വളരെ കുറവാണ് കേട്ടോ. ഞാൻ പേസ്ട്രി കഴിക്കുന്ന കണ്ടിട്ട് ഇച്ചുമ്മ എനിക്ക് തരുന്നില്ലേന്ന് നോക്കിയിരിക്കുന്ന കണ്ടുകൊണ്ട് അവൾക്കും ടേസ്റ്റ് ചെയ്യാൻ കുറച്ച് കൊടുത്തു കേട്ടോ. പക്ഷെ അത് അവളുടെ ചുണ്ടിൽ പറ്റാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്നും കാര്യമായിട്ട് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. പൊതുവെ സ്റ്റാർബക്സിൽ കയറിയാൽ അത്ര തൃപ്തിയാവാതെയാണ് ഞങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ ഇത്തവണത്തെ സ്ട്രോബെറിയുടെ ഡ്രിങ്കും എൻ്റെ ചീസ് കേക്കും അടിപൊളിയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇവിടുള്ള ആളുകൾ ഗ്രീൻ ടീ വളരെ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് തന്നെ ഗ്രീൻ ടീയുടെ ഡ്രിങ്ക്സും സ്നാക്സും ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ. സാധനം വളരെ ഹെൽത്തി ആണെങ്കിലും എനിക്കെന്തോ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അങ്ങനെ കുറേ സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് തിരിച്ചു പോന്നു. ഇത് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തായിരുന്നു കേട്ടോ, അതുകൊണ്ട് നടന്നാണ് പോയതും വന്നതും ഒക്കെ. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.